ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തൈര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു വഴുതനങ്ങ ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഞാൻ മുഴുവൻ വഴുതനങ്ങയും ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടേക്ക് ഓരോ വഴുതനങ്ങയും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വഴുതനങ്ങ ഓവർ ഹാർഡാവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഈ ഒരു സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ടേക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ഒരു 10 ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ചെറിയുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കളർ ആവുന്നത് വരെ വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് അല്പം തൈരിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഇത് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വഴുതനങ്ങ തൈര് കറി നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.